ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ട ദ്രുപതി ഇത് കഴിഞ്ഞ് നേക്കഡായിട്ട് ഇറങ്ങി നടക്കുകയാണ്. വിവസ്ത്രയായിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ട ഈ സ്ത്രീ ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ ഈ റേപ്പ് ചെയ്ത ആൾക്കാർ ഒരു തുണിയും എടുത്തോണ്ട് ഒരു ഷോളും എടുത്തുകൊണ്ട് വന്ന് ഇവളെ പുതപ്പിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഈ ബ്ലീഡിങ് ബോഡി വെച്ചിട്ട്, വൂണ്ടഡ് ആയിട്ടുള്ള ശരീരം വെച്ചിട്ട് ദ്രുപതി തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണം തോന്നുന്നുണ്ടോ? എനിക്ക് നാണം തോന്നുന്നില്ല. ലെറ്റ് ദം സീ. നിങ്ങൾക്ക് എന്നെ വിവസ്ത്രയാക്കാനേ പറ്റുള്ളൂ, എന്നെ വസ്ത്രം ഉടുപ്പിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് ദ്രുപതി തിരിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു സ്റ്റാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നേഷനോട് അവർ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഓഥറിനെ വായിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടണമെന്നും ഇദ്ദേഹത്തിനെ അറിയണമെന്നും അദ്ദേഹത്തിൻ്റെ ആശയലോകം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും പലപ്പോഴും അതിന് കഴിയാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നു. അത് എന്താണ്, ഒരു കിരൺ ദേശായിയുടെ വേർഡ്സിൽ പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്നവർ പേരിട്ട് വിളിക്കുന്ന ഒരു നോവൽ അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിന്, ആ ദുഃഖം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കൈചൂണ്ടി ഇത് കാരണമാണ് എനിക്ക് ദുഃഖം വരുന്നത്. ഒരിക്കലും ഇല്ലാതെ പോയ ഒരു സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു ദുഃഖത്തിനെ കുറിച്ച് അവർ വീണ്ടും വീണ്ടും ആ നോവലിലുടനീളം പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ജനസൈനിക്കലായിട്ടുള്ള മൾട്ടിപ്പിൾ റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു നോവലാണ്. അതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അതിനകത്ത് വന്നോന്ന് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം. ബട്ട് ദിസ് ഐഡിയ ഓഫ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, ഹൗ ലോസ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല, ഒരു സമൂഹത്തിന് മുഴുവൻ സംഭവിക്കുന്നതാണ്. നമ്മൾ കാണാതെ പോകുന്ന, അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇടപെടാതെ പോകുന്ന ഓർമ്മകളും വ്യക്തികളും എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ആൻഡ് ഫോർ മീ, ഹാവിങ് നോട്ട് മെറ്റ് ഗഫൂർ, ഹാവിങ് നോട്ട് ഹാഡ് എ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹിം, ഇത് പെർട്ടിക്കുലർലി ഒരു ചരിത്രകാരിയായിട്ടിരിക്കുമ്പോൾ ദ കോയയിലൂടെ പേജസിലൂടെ പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും തോന്നുന്ന ഒരു തോട്ടാണ്. 2023 എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു നോവലുണ്ട്, നിങ്ങൾ ചരിത്രകാരൊക്കെ ഇത് വായിച്ചിരിക്കേണ്ടതാണ്, നിങ്ങൾക്ക് നല്ലൊരു അടിയാണ് ഈ നോവലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫാസിനേറ്റഡ് ആകുകയും ഞാൻ അങ്ങനെ ഇത് വായിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ സോഷ്യൽ സയൻസസിൽ ബൊർദോൻ്റെ ഒക്കെ കാര്യം പറയുമ്പം റിഫ്ലെക്സീവ് സോഷ്യോളജി എന്ന് പറയും. അതായത് സ്വയം വിമർശനാത്മകമായി എഴുതപ്പെടുന്ന സോഷ്യോളജി. പക്ഷെ നമ്മൾ കേൾക്കാത്ത ഒരു പദമാണ് റിഫ്ലെക്സീവ് ഹിസ്റ്ററി എന്നുള്ളത്. അതായത് നമ്മൾ നമ്മുടെ ബയസിനെ മനസ്സിലാക്കി, നമ്മുടെ ചരിത്രം എഴുത്തിനെ തന്നെ വീണ്ടും വീണ്ടും വിമർശിച്ച് അതിനെ പൊളിച്ചു കളഞ്ഞ് വീണ്ടും നിർമ്മിച്ച് വീണ്ടും പൊളിച്ചു കളഞ്ഞ് ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ എത്ര ചരിത്രകാർ പോകുന്നു എന്ന് നമുക്ക് അറിയില്ല. ഇത് റിഫ്ലെക്സീവ് എന്താണ്, ഏത് സോഷ്യൽ സയൻസിൻ്റെയും റിഫ്ലെക്സീവ് മെത്തേഡിൽ വേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും. പക്ഷെ നമുക്ക് ചരിത്രത്തിനെ പൊളിച്ചു കളയാൻ നമ്മൾ വിമുഖത കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസിനെ, മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസിനെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. കാരണം നമ്മൾ ചരിത്ര അധ്യയനത്തിൽ തന്നെ, നമ്മൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ തന്നെ സോഴ്സ് ഈസ് സുപ്രീം എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രമാണങ്ങളാണ്, ചരിത്രത്തിലെ സോഴ്സസ് ആണ് ഏറ്റവും നിങ്ങൾ ദൈവത്തെ പോലെ കാണണ്ടേ, അല്ലെങ്കിൽ സാക്രോസാൻറ്റ് ആയിട്ട് കാണണ്ടേ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പക്ഷെ അവിടെ ചോദിക്കാതെ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏത് സോഴ്സസിനെയാണ് നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ട് കാണുന്നത്, ഏത് സോഴ്സസിനെയാണ് നമ്മൾ ഒത്തൻറ്റിക് ആയിട്ട് കാണുന്നത്. എന്നിട്ട് ചരിത്രം തന്നെ പറയും ഇന്ന സോഴ്സസ് ആണ് ലെജിറ്റിമേറ്റ് എന്ന്. അപ്പോൾ പലപ്പോഴും പീപ്പിൾ ഓഫ് ദ ബുക്ക് എഴുതപ്പെടുന്ന ചരിത്രങ്ങൾ, അല്ലെങ്കിൽ അധികാരവർഗത്തിന്റെ ചരിത്രങ്ങൾ, എലീറ്റിന്റെ ചരിത്രങ്ങളാണ് പലപ്പോഴും ഈ സോഴ്സുകൾ നമ്മളോട് പറയുന്നത്. കാരണം ഈ സോഴ്സസ് നിർമ്മിച്ചത് എലീറ്റ് ആയിട്ടുള്ള, ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് പലപ്പോഴും കുക്കുംബ്രോയുടെ ഏറ്റവും 2023 ഇറങ്ങിയ ആർട്ടിക്കിളിൽ ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. അവരാദ്യമേ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ എഴുതിയ ചരിത്രങ്ങളിലെങ്ങും നിങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ ചരിത്രം കാണാൻ പറ്റില്ല, ഞാൻ എഴുതിയ ചരിത്രങ്ങളിലൊന്നും നിങ്ങൾക്ക് വാട്ടർ ഗേൾസിന്റെ ചരിത്രം കാണാൻ പറ്റില്ല, ഞാൻ എഴുതിയ ചരിത്രങ്ങളിലൊന്നും നിങ്ങൾ രൂപജീവികയുടെ, അതായത് ഗണിക എന്ന് പറഞ്ഞ സെക്സ് വർക്ക് ചെയ്യുന്ന ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് കേറ്റർ ചെയ്യുന്ന ഗണികയെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ ആ സെക്സ് വർക്ക് തന്നെ ചെയ്യുന്ന രൂപജീവിക എന്ന് പറഞ്ഞ
എന്താണ് നമ്മൾ മനുസ്മൃതിയിൽ നോക്കിയാലും അർത്ഥശാസ്ത്രത്തിൽ നോക്കിയാലും അതുപോലെ തന്നെ കാമസൂത്രയിലാണ് ഇത് ഏറ്റവും കൂടുതൽ റെഫറൻസസ് വരുന്നത്. കാമസൂത്രയിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന 7 വിഭാഗത്തിലുള്ള സെക്സ് വർക്കേഴ്സിനെ കാണാം. അതിൽ ഏറ്റവും താഴത്തെ വിഭാഗത്തിലുള്ള സെക്സ് വർക്കറാണ് രൂപജീവിക. അവരുടെ രൂപം കൊണ്ട് അവൾ ജീവിക്കേണ്ടി വരുന്നത്. ഈ രൂപജീവികയുടെ ചരിത്രം നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. ബട്ട് ദർ ആർ റെഫറൻസസ് ടു ഹർ സംവെയർ. ആ റെഫറൻസസ് കണ്ടെത്താനുള്ള രീതിശാസ്ത്രം മെയിൻ സ്ട്രീം ചരിത്ര രചനാ രീതിയിലില്ല. ഒന്ന്, കണ്ടെത്തിയെടുക്കാനുള്ള പ്രമാണങ്ങളും നമ്മളിലില്ല. പക്ഷെ ഈ ഒരു ലിമിറ്റേഷൻ തുറന്നു പറഞ്ഞുകൊണ്ടാണ് കുങ്കും റോയ് ബാക്കിയുള്ള ചരിത്രം എഴുതുക. പക്ഷെ ബാക്കിയുള്ള ചരിത്രത്തിലും ഇവരെ തേടിപ്പോകാനുള്ള എന്താ പറയുക, ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല എന്ന് അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. ബട്ട് അറ്റ്ലീസ്റ്റ് വി ഹാവ് റീച്ച് ദ സ്റ്റേജ് വെയർ ഹിസ്റ്റോറിയൻസ് ആർ അക്നോളജിങ് ദാറ്റ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പരിമിതികളുണ്ട്, ഞങ്ങളിത് നോക്കിയിട്ടില്ല എന്നുള്ളത്. അത് മെയിൻ സ്ട്രീമായിട്ട് നടക്കുന്ന ദളിത് ബഹുജൻ മുസ്ലിം മൂവ്മെന്റ്സിന്റെ എന്താ പറയുന്ന സ്റ്റേറ്റിന്റെ പ്രവർത്തികളെ മെയിൻ സ്ട്രീം ഡോമിനന്റ് ഹിസ്റ്ററീസിനെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുന്ന പോപ്പുലറും അക്കാഡമിക്കുമായിട്ടുള്ള നോൺ മെയിൻ സ്ട്രീം മാർജിനലൈസ് സ്കോളേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കാരണമാണ് ഈ അക്നോളജ്മെന്റ് വരുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ നേരത്തെ ഇവിടെ പ്രൊഫസർ കെ എസ് മാധവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടാതെ പോയതായിട്ടുള്ള വലിയ സെറ്റ്സ് ഓഫ് മനുഷ്യർ, മേ ബി അവരെല്ലാം ചേർത്ത് വെക്കുകയാണെങ്കിൽ അവരായിരിക്കും ഏറ്റവും മെജോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത് ഹെഡേഗർ എന്ന് പറഞ്ഞ ഫിലോസഫർ. അദ്ദേഹം മെമ്മറിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യ ഓർമ്മയെ കുറിച്ച് ഹെഡേഗർ പറയുന്നത് മനുഷ്യ ഓർമ്മ ഒരു തട്ടുംപുറം പോലെയാണെന്നാണ്. നമ്മൾ പല കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ തട്ടുംപുറത്ത് കൊണ്ടുവെക്കും. നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ തട്ടുംപുറം അങ്ങനെ അതിൽ കൂടുതൽ 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 സ്ഥാനങ്ങൾ വന്ന് നിറയും. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ നമ്മൾ തിരിച്ച് ഈ തട്ടുംപുറത്തിലേക്ക് കയറും. എന്നിട്ട് നമ്മുടെ പണ്ടത്തെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി നമ്മളത് പരതിയെടുത്ത് തപ്പിയെടുക്കും. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു കോലത്തിലായിരിക്കില്ല, നമ്മുടെ ഓർമ്മയിലുള്ള ഒരു കോലത്തിലായിരിക്കില്ല ചിലപ്പോൾ ആ വസ്തു ആ തട്ടുംപുറത്ത് ഇരിക്കുന്നത്. അപ്പൊ ആ ഓർമ്മയും ആ യഥാർത്ഥ വസ്തുവിൻ്റെയും ഇടയിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, അതാണ് ആ ഓർമ്മ വെച്ചാണ് ചരിത്രമായി തീരുന്നതെന്നാണ് ഹെഡേഗർ പറയുന്നത്. നമ്മൾ അത് ഒരു പടിയും കൂടെ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ തട്ടുംപുറത്ത് നമ്മൾ വെക്കുന്ന സാധനങ്ങൾ, ഇത് പൊട്ടിയതും ചിതറിയതും വിഘടിക്കപ്പെട്ടതും അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആവശ്യമാകും എന്ന് വിചാരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ തട്ടുംപുറത്ത് കൊണ്ടിടുന്നത്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഓർമ്മയുടെ കാര്യവും. നമ്മൾ മുറിവേറ്റ ഓർമ്മകളും നമുക്ക് സ്കാർ ചെയ്ത്, അതായത് നമ്മളെ ഡീപ്ലി മുറിവ് വന്ന സ്കാർ ഉണങ്ങിയ ഓർമ്മകളും ഒക്കെ, അല്ലെങ്കിൽ നമ്മളെ ഇനി ഓർക്കണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഓർമ്മയുടെ തട്ടുംപുറത്ത് കിടക്കുന്നത്. പക്ഷെ ഈ തട്ടുംപുറം ഓരോ വർഷവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരും. പക്ഷെ നമ്മൾ ഈ തട്ടുംപുറം ആലോചിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പേസ് ഓഫ് സ്കാറ്റേർഡ്നെസ്, it's a space of broken things, it's a space of wounds coming together. ഇപ്പൊ സെർത്തു എന്ന് പറഞ്ഞ ചരിത്രകാരൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എവ്രിഡേ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നത്, നമ്മള് ഒരു ചരിത്രകാരനോ ചരിത്രകാരിയോ ഒരാളെ ഒരു സിറ്റിയുടെ ചരിത്രം പഠിപ്പിക്കണമെങ്കിൽ അയാളുടെ വിരൽ പിടിച്ച് ആ സിറ്റിയിലൂടെ അദ്ദേഹത്തിനെ നടത്തുന്നത് പോലെയാണ് ആ ഒരു സിറ്റിയുടെ ചരിത്രം പറയേണ്ടത്. അപ്പോൾ ആ സിറ്റിയുടെ ഫ്ലേവേഴ്സ്, ആ ഒരു ഇടത്തിൻ്റെ രസങ്ങൾ മുഴുവൻ ഈ ഓഡിയന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു എവ്രിഡേ ഹിസ്റ്ററിയായി ഇത് മാറുന്നതെന്ന് പറയും. ദ കോയയുടെ കാര്യത്തിൽ ഈ കോയ എന്ന് പറഞ്ഞ ഇദ്ദേഹം നമ്മളെ കോഴിക്കോടിലൂടെ ഇങ്ങനെ നമ്മുടെ വിരൽ പിടിച്ച് നമ്മളെ നടത്തുന്നതായിട്ട് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ തോന്നും. അതിൻ്റെ ഓരോ സ്ഥലവും, അതിൻ്റെ അങ്ങാടിയും മീൻ മാർക്കറ്റും ബീച്ചും, നമ്മൾ ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലും വീടുകളിലും വീട്ടിൽ നടക്കുന്ന സംസാരങ്ങളിലൂടെയും എല്ലാം നമ്മളെ കോയ കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹം ഇങ്ങനെ ചരിത്രത്തെ തേടുന്ന ഒരു ട്രാവലറായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ പൂച്ചക്കണ്ണുകളുടെ, ഇദ്ദേഹത്തിന്റെ വല്യുപ്പയുടെ പൂച്ചക്കണ്ണുകൾ എവിടെ നിന്ന് വന്നു എന്ന് വീണ്ടും ചോദിക്കുന്ന, അതിന് ഉത്തരം തേടി നടക്കുന്ന
ഒരു കോയെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ സ്വത്വത്തിനെ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വത്വം എന്താണ്, നമ്മൾ എവിടെയാണ് നമ്മുടെ സ്വത്വത്തിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും കൂടെയാണ് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞ് പോകുന്നത്. ചരിത്രം ഒരു എക്സർസൈസ് ആയിട്ടല്ല നമ്മൾ പലപ്പോഴും കാണുന്നത്. ചരിത്രം നമ്മളെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകണമെങ്കിൽ സ്പേസും ടൈമിലും നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യണം. ഇതില്ലാതെ വരുന്നവർക്കാണ് ഈ ഓർമ്മ നഷ്ടം വരുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. ഏത് സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, എന്തായാണ് നമ്മൾ ജീവിക്കുന്നത്, ഏത് സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മുടെ സ്വത്വം ഇല്ലാതായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ തന്നെ സ്പേസിലും ടൈമിലും ലൊക്കേറ്റ് ചെയ്യാൻ നോക്കും. ഈ സ്പേസിലും ടൈമിലും ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ പേഴ്സണലും സോഷ്യലുമായിട്ടുള്ള ചരിത്രം അറിയാതെ നമുക്ക് നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കോയ ചെയ്യുന്നതും ഇതാണ്. അദ്ദേഹത്തിന്റെ ഒരു ലീനിയേജ് ഇതിലെനിക്ക് ഭയങ്കര എൻഡ്യൂറിംഗ് ആയിട്ട് തോന്നിയ, അത് സെൽഫ് റിഫ്ലെക്സീവ് ആകാൻ ഒരു ഹിസ്റ്റോറിയനെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്, ഇദ്ദേഹം കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോകുകയും ആ സെമിനാറിൽ വളരെ എലോക്യൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു പ്രൊഫസറിന്റെ ടോക്ക് കേൾക്കുകയും വീണ്ടും വീണ്ടും അദ്ദേഹം ശ്രമിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈശ്വര വാര്യർ എന്ന് വിളിക്കുന്ന മറ്റൊരു ഹിസ്റ്റോറിയന്റെ ടോക്ക് കേൾക്കുകയും കേട്ടിട്ട് ഇദ്ദേഹം ഈശ്വര വാര്യറിനോട് സംസാരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പേ ഇംഗ്ലീഷിൽ സംസാരിച്ച പ്രൊഫസറിനോട് ടോക്ക് നന്നായിരുന്നു, കാരണം നമ്മൾ ഒരാൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയുമല്ലോ ടോക്ക് നന്നായിരുന്നു എന്ന് പറയുകയും, അപ്പൊ തിരിച്ച് ഈ പ്രൊഫസർ നന്ദി പറഞ്ഞിട്ട് ചോദിക്കും ഏത് ഭാഗമാണെന്ന് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ കോയ തിരിച്ച് പറയാണ് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് പറയാം. നമ്മൾ ഇതൊരു എന്താണ് ഒരു ഇൻഡിക്കേഷനാണ് നമ്മുടെ അക്കാഡമിക് സെമിനാറുകളിൽ പലപ്പോഴും നടക്കുന്നത്. നമ്മൾ ഘനഗാംഭീര്യമായിട്ട് പറയുന്നത് എന്തൊരു വലിയ സോഷ്യൽ ഡിസ്കണക്റ്റ് ആണ്. നമ്മൾ സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കുന്നത്, നോളജ് പ്രൊഡക്ഷൻ ആർക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ശീതീകരിച്ച ഐവറി ടവേഴ്സിനകത്തിരുന്ന് നമ്മൾ വീണ്ടും വീണ്ടും നോളജ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് സാധാരണ മനുഷ്യരിലേക്ക്, എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്, നമ്മൾ സാധാരണ മനുഷ്യർ, സോറി ഫോർ ദ യൂസേജ്, അത് നോൺ എക്സ്പേർട്ട് ആയിട്ടുള്ള മനുഷ്യരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ പരാജയമാണെന്ന് വളരെ ഹ്യൂമറസ് ആയിട്ട് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ ചരിത്ര പ്രൊഫസറായ ഈശ്വര വാര്യറിനോട് ചോദിക്കുകയാണ്, ഇബ്ൻ ബത്തൂത്ത ഈ കോഴിക്കോട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, ആ താവഴിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തിന് ആദ്യം ഒരു ആൻസർ പറയുന്നില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇബ്ൻ ബത്തൂത്ത മലബാറിൽ വന്നപ്പോൾ ഉണ്ടായ സന്തതികൾക്ക് എന്ത് സംഭവിച്ചു. അപ്പം ഈശ്വര വാര്യർ വണ്ടി കയറിക്കൊണ്ട് പറയുകയാണ്, അതായത് ഇബ്ൻ ബത്തൂത്ത ഈ മലബാറിലല്ല മാബാറിലാണ് വന്നത്. മാബാറിൽ നിന്ന് കല്യാണം കഴിക്കുകയും അവര് പിന്നെ ലക്ഷദ്വീപിലേക്ക് പോവുകയും അവിടെ ആ ഭാര്യയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ കോയക്ക് വളരെ സങ്കടമാകുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിർത്തിയില്ല. പക്ഷെ ഈശ്വര വാര്യറിന് കുറച്ചൊരു സിമ്പതിയോ കൈൻഡ്നെസ്സോ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ആ സംസാരം അവിടെ നിർത്തിയത്. പക്ഷെ ഈശ്വര വാര്യർ ഗോസ് വൺ സ്റ്റെപ്പ് അഹെഡ് ആൻഡ് സേസ്, ഇവിടെ ലുസിയാദ എന്ന് പറഞ്ഞൊരു പോർച്ചുഗീസ് പ്രോസ് പോയത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, പോർച്ചുഗീസ് ദേവന്മാർ ഇവിടെ വരികയും ഇവിടുത്തെ ജലകന്യകളിൽ വിത്തുകൾ വിതറുകയും ചെയ്തു, അതിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പൂച്ചക്കണ്ണുകളുള്ള കോയയ്ക്ക് ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ സ്വത്വത്തിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരികയാണ്. അതുവരെ പോർച്ചുഗീസുകാരുമായിട്ട് നിരന്തരമായിട്ട് പടവെട്ടുന്ന കോഴിക്കോടിലെ ആൾക്കാരെ കുറിച്ച്, മലബാറിലെ ആൾക്കാരെ കുറിച്ച് അങ്ങാടിയിലും യൂണിവേഴ്സിറ്റിയിലും സ്കൂളിലും ഒക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന കോയയുടെ ഐഡന്റിറ്റി റീഡിഫൈൻ ചെയ്യേണ്ടി വരുന്ന ഒരു മൊമെന്റാണ്. പക്ഷെ ഇദ്ദേഹം ഈ ഒരു ഇൻഫർമേഷന്റെ ശകലത്തെ ഒരിക്കലും എന്താണ് ഒരു
ദേഷ്യത്തോടെ അല്ലെങ്കിൽ ബിറ്റർനെസ്സിനോടല്ല മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം വീണ്ടും വീണ്ടും തിരിച്ച് ഈ സ്വത്വത്തിന് ഒരു ആർക്കിയോളജി ഓഫ് ദി സെൽഫ് അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ റീഡിഫൈനും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പല പല രീതിയിലൂടെ, പർട്ടിക്കുലർലി ലോക്കൽ ഹിസ്റ്ററി നഗറ്റ്സിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് ഇദ്ദേഹം ലിസ്ബണിൽ വന്നിട്ട് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി എഴുതുന്ന വരെ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഡോമിനന്റ് ഹിസ്റ്ററി എഴുതുന്ന വരെ ചാലഞ്ച് ചെയ്യുന്നത്. അതും ചാലഞ്ച് ചെയ്യുന്നത് ഒട്ടും ഒരു വലിയ അഗ്രസീവ്നെസ്. ഇപ്പം നമ്മൾ മഹാശ്വേത ദേവിയുടെ സ്റ്റോറീസ് വായിക്കുമ്പോൾ ഗഫൂറിനെ പോലെ തന്നെ സബോൾട്ടൺ തീംസ് ഡീൽ ചെയ്യുന്നതാണ് മഹാശ്വേത ദേവിയുടെ ഓരോ നോവലിലും നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് സ്തനദായിനി എന്ന് പറയുന്ന നോവൽ നമുക്ക് കാണാൻ പറ്റും ഒരു വെറ്റ് നേഴ്സിന്റെ കഥയാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന ജോലി, അവരുടെ അമ്മമാർക്ക് മുലയൂട്ടാൻ പറ്റാത്തപ്പോഴും അവർക്ക് അത് ഇഷ്ടമില്ലാത്തപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സ്തനദായിനി സ്റ്റോറിയിൽ അവസാനം ഇവർക്ക് സ്തനാർബുദം വന്ന് മരിക്കുന്ന കഥയാണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് സ്റ്റോറീസിലുള്ളൊരു മറ്റൊരു കഥയാണ് ദ്രുപദിയുടെ കഥ. ദ്രുപദി മാഞ്ചിയാണ്. മാഹോ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ പേര്. അവർ പിന്നെ ഈ അഗ്രസീവ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റിന് എതിരെയുള്ള മിലിറ്റന്റ് വാർഫെയറിൽ ഏർപ്പെട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവർ പേര് ദ്രൗപദി എന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെ ദ്രൗപദി എന്ന് വിളിക്കുന്നതിൻ്റെ ട്രൈബൽ വേർഷനായുള്ള ദ്രൗപദിയായിട്ട് മാറുന്നത്. കാരണം അധികാരത്തെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ചിഹ്നമായിട്ടാണ് ദ്രൗപദി എന്നുള്ള പേര് തന്നെ അവർ സ്വീകരിക്കുന്നത്. ദ്രൗപദിയുടെ ഭർത്താവിന് ദുൽനയെ പോലീസ് പിടിക്കുകയും ആ ദുൽനയുടെ ശവശരീരം ഒരു ബെയ്റ്റ് പോലെ യൂസ് ചെയ്തിട്ട് ദ്രൗപദിയെ പിടിക്കുകയും ദ്രൗപദിയെ ഗാങ് റേപ്പ് ചെയ്യുകയും ചെയ്തത്. അവസാനം ഗാങ് റേപ്പ് ചെയ്യപ്പെട്ട ദ്രൗപദി ഇത് കഴിഞ്ഞ് നേക്കഡായിട്ട് ഇറങ്ങി നടക്കുകയാണ്. വിവസ്ത്രയായിട്ട് ഗാങ് റേപ്പ് ചെയ്യപ്പെട്ട ഈ സ്ത്രീ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഈ റേപ്പ് ചെയ്ത ആൾക്കാർ ഒരു തുണിയും എടുത്തോണ്ട് ഒരു ഷോളും എടുത്തുകൊണ്ട് വന്ന് ഇവളെ പുതപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ബ്ലീഡിങ് ബോഡി വെച്ചിട്ട്, ഈ വൂണ്ടഡ് ആയിട്ടുള്ള ശരീരം വെച്ചിട്ട് ദ്രൗപദി തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണം തോന്നുന്നുണ്ടോ? എനിക്ക് നാണം തോന്നുന്നില്ല. ലെറ്റ് ദം സീ. നിങ്ങൾക്ക് എന്നെ വിവസ്ത്രയാക്കാനേ പറ്റുള്ളൂ, എന്നെ വസ്ത്രം ഉടുപ്പിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് ദ്രൗപദി തിരിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു സ്റ്റാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നേഷനോട് അവർ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നെ സ്ട്രിപ്പ് ചെയ്യാനേ കഴിയുള്ളൂ, നിങ്ങൾക്ക് എന്നെ ഉടുപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനേ പറ്റുള്ളൂ, എനിക്കൊരു കാര്യവും തരാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കില്ല എന്ന് തന്നെയാണ് അത് പ്രഖ്യാപിക്കുന്നത് അവിടെ. അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു ട്രൈബൽ സ്ത്രീയെ മനസ്സിലാക്കാൻ ഇന്ത്യൻ നേഷന് കഴിയില്ല. ഇന്ത്യൻ നേഷൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല. ഞങ്ങൾ ഉപദ്രവിക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ എന്നുള്ളൊരു വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. യു കനോട്ട് ഡ്രൈപ്പ് മീ എന്ന് ദ്രൗപദി തിരിച്ചു പറയുന്നത്. ഇത്ര സ്റ്റാർക്കായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു ട്രൈബൽ സ്ത്രീയെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ ഇത് മഹാശ്വേത ദേവി എഴുതുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെ അത് പ്രസന്റ് ചെയ്യണം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിപ്പോയി. പർട്ടിക്കുലർലി കേരളം പോലും ഒരു സമൂഹത്തിൽ പലപ്പോഴും ഈ അഗ്രഷൻ വരുന്നത് സ്റ്റേറ്റ് എക്സസിന്റെ വയലൻസിന്റെ പ്രകടനം, ഫിസിക്കൽ വയലൻസിന്റെ ഒരു പ്രകടനത്തിലൂടെയല്ല, സട്ടിലായിട്ടുള്ള മൈക്രോ അഗ്രഷനിലൂടെയാണ്. ഈ മൈക്രോ അഗ്രഷൻസ് എല്ലാ ദിവസവും നമ്മുടെ പല പല വ്യവഹാരങ്ങളിലൂടെ വീണ്ടും വീണ്ടും അത് പ്രതിപ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള മൈക്രോ അഗ്രഷൻസ് ആണ് എല്ലാ ദിവസവും നടക്കുന്നത്. അവിടെയാണ് ഇസ്ലാമോഫോബിയയുടെ ഒരു ടെറൈനായിട്ട് വർക്ക് ചെയ്യുന്നത്. വേറെ ആരും ഇപ്പം നമ്മളൊരാളോട് ചോദിക്കണം, നിങ്ങൾ ആ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഇസ്ലാമോഫോബിക് ആണ് എന്ന് പറയുകയാണെങ്കിൽ തിരിച്ചു പറയും, അയ്യോ എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്ന് തിരിച്ചു പറയും. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സൈഡിൽ താമസിക്കുന്നത് മുസ്ലിങ്ങളാണല്ലോ എന്ന് പറയും. ഇതിങ്ങനെ ദളിത് ഫോബിയയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, ഹോമോഫോബിയയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അയ്യോ എനിക്കൊരു ക്യൂർ ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ ദളിത് ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ ദളിത് ഫ്രണ്ട് വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനെ ഡിസ്മിസ് ചെയ്ത് കളയുന്ന ഒരു പ്രവണത നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് ഇസ്ലാമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ പലപ്പോഴും വളരെ സൈലന്റ് ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം റൈറ്ററുടെ
നോവൽ വായിച്ചിട്ടുണ്ടോ, കഥ വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഒരു ഒരു പർട്ടിക്കുലർലി അക്കാഡമിക്സിലാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ പോയിട്ട് സിലബസിൽ ഇല്ലാത്ത നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഇസ്ലാമോഫോബിയ പല 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 നമ്മൾ പേട്രിയാർക്കിയുടെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ മൾട്ടിപ്പിൾ ഫോംസിലൂടെ ഇസ്ലാമോഫോബിയ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ടെൻറ്റക്കിൾസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത ഒരിടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എറിക് ബ്ലെയ്ച്ച് എന്ന് പറഞ്ഞ 2022 ആർട്ടിക്കിളാണ്, ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ജേർണൽ ഓഫ് ഇസ്ലാമോഫോബിക് സ്റ്റഡീസിൽ തന്നെയാണ് അദ്ദേഹം 5 ഫീച്ചേഴ്സ് പറയുന്നുണ്ട് നമുക്ക് ഇസ്ലാമോഫോബിയെ തിരിച്ചറിയാൻ വേണ്ടി. അതിൽ മേജറായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഇസ്ലാം ഒരു വളരെ മൊണോലിത്തിക് രീതിയിലാണ്. പെർട്ടിക്കുലർലി നമ്മളിപ്പം യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഇസ്ലാം എന്നുള്ളൊരു പ്രക്രിയയെ വീണ്ടും വീണ്ടും നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഒരു സോഷ്യൽ പ്രോസസ്സായിട്ട് യൂണിവേഴ്സലൈസേഷൻ നമുക്ക് പല രീതികളിൽ കാണാനും പറ്റും. പക്ഷേ ഇതിനു മുമ്പ് തന്നെ, അതായത് 1997 റണ്ണിമേഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് NGO ആണ് ആദ്യമായിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ ഒരു വാക്ക് അക്കാഡമിക്കലി യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് എത്രയോ മുമ്പ് തന്നെ ഇപ്പോൾ സുനിൽകുമാർ പോലുള്ള ഹിസ്റ്റോറിയൻസ്, ആൻഡ് ഹീസ് നോട്ട് എ ഹിസ്റ്റോറിയൻ ദാറ്റ് ഐ വിൽ റെക്കമെൻഡ്, ബട്ട് അദ്ദേഹം പറയുന്നത് ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള അതർ എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇൻഹറന്റ് ആയിട്ടുള്ള മിഡീവൽ കാലഘട്ടത്തിലെ നമുക്ക് കമ്മ്യൂണലിസം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നോട്ട് ഇസ്ലാമോഫോബിയ, കമ്മ്യൂണലിസം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ തിരിച്ച് റോമില താപ്പറും ബിപാൻ ചന്ദ്രയും പോലുള്ള സ്കോളേഴ്സ് ചോദിക്കുന്നത് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് കമ്മ്യൂണലിസം ആൻഡ് ഇസ്ലാമോഫോബിയ? നിങ്ങൾ വർഗീയതയും ഇസ്ലാമോഫോബിയയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും? കമ്മ്യൂണലിസം ക്യാൻ ബി എഗെയിൻസ്റ്റ് എനി കമ്മ്യൂണിറ്റി. ഇന്ന കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള വർഗീയത എന്നുള്ളൊരു രീതിയിൽ നമ്മൾ മിഡീവൽ കാലത്ത് കാണാൻ പറ്റില്ല. അപരം എന്ന് പറഞ്ഞത് പല 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 റിലീജൻസും പല 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 മനുഷ്യരും പല പല ഗ്രൂപ്പ്സും ആകും. പക്ഷെ അത് ഇസ്ലാമോഫോബിയയിലേക്ക് എങ്ങനെ കൊണ്ടെത്തിച്ചു എന്നുള്ള പഠനങ്ങളാണ് വേണ്ടത്. ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. അതായത് മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണലിസത്തിനെ ഇസ്ലാമോഫോബിയയുമായിട്ട് നമ്മൾ കൊളാപ്സ് ചെയ്യാതെ തന്നെ ഇസ്ലാമോഫോബിയക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള റൂട്ട്സ് ആണെന്ന് മനസ്സിലാക്കണമെന്ന് ബിപാൻ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന അനിൽ സീൽ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് പർട്ടിക്കുലർലി കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്ററി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല രീതിക്കുള്ള ഈ ഇമ്പീരിയലിസത്തിനും ക്യാപിറ്റലിസത്തിനും എതിരെയുള്ള ഫൈറ്റിനെ ക്യാമഫ്ലോഷ് ചെയ്യുന്ന, അതിനെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം ലോക്കലായിട്ട് നമ്മൾ നോക്കിയാൽ, റീജിയണലായിട്ട് നമ്മൾ നോക്കിയാൽ അവിടെ ബ്രിട്ടീഷ് ഇൻസ്പയർഡ് ആയിട്ടുള്ള കമ്മ്യൂണലിസം അല്ല നമ്മൾ കാണുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്കൽ ഫൈറ്റ്സ് കുറെ കൂടെ വിസിബിൾ ആകുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് പറയാം. ഈ റീജിയണൽ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു തിരിച്ച് നടത്തത്തിന്റെ ഒരു വലിയ പ്രശ്നവും ഇതാണ്. പക്ഷെ ഈ ഗ്രാൻഡ് നാരറ്റീവ്സിൽ നിന്ന് നമ്മൾ മാറണമെന്ന് നമ്മളോട് പോസ്റ്റ് മോഡേണിസം പറയുമ്പോഴും പോസ്റ്റ് മോഡേണിസത്തിന്റെ അല്ലെങ്കിൽ വൾഗർ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഗ്രാൻഡ് നാരറ്റീവ്സിൽ നിന്ന് നമ്മൾ മുഖം തിരിഞ്ഞ് നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ ഗ്ലോബലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിഘടിച്ചു പോവുകയും കാര്യങ്ങളെ ഒറ്റപ്പെട്ട രീതിയിൽ കാണുകയും ചെയ്യും. ക്യാപിറ്റലിസം നമ്മളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യങ്ങളെ ഇൻഡിവിജ്വൽ രീതിയിൽ കാണുക. സിസ്റ്റം ഇങ്ങനെ ആയിരിക്കും, പക്ഷെ ആ സിസ്റ്റത്തിലൂടെ നിനക്ക് എങ്ങനെ മുമ്പിലെത്താം, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ എങ്ങനെ നിനക്ക് വിധേയപ്പെടുത്തി നിനക്ക് എക്സൽ ചെയ്യാമെന്നാണ് ക്യാപിറ്റലിസം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇൻഡിവിജ്വലൈസേഷന്റെ നമ്മളെ ഇൻഡിവിജ്വൽ ഐലൻഡ്സ് ആക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ക്യാപിറ്റലിസത്തിൽ നമ്മുടെ സെൽഫിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ ഒരു പ്രോസസ്സ് പലപ്പോഴും നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് വെയർ ഗഫൂർസ് കോയ ബിക്കംസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്, വെയർ ദ സ്റ്റോറി ഈസ് വെരി ലോക്കൽ. അത് കോഴിക്കോടിൻ്റെ തന്നെ കണ്ടംപററി ചരിത്രത്തിലൂടെ ഒരു നടത്തമായിരിക്കുമ്പോഴും ആ കോഴിക്കോടിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാതെ തന്നെ കോഴിക്കോടിനെ ഒരു ലാർജർ മെറ്റാ നാരേറ്റീവിലേക്ക്, കോയയെ ഒരു ലാർജർ മെറ്റാ നാരേറ്റീവിലേക്ക് ഗഫൂർ കൊണ്ട് നടത്തുന്നുണ്ട്. യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്, ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യോ സ്പേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, മോർ ഇമ്പോർട്ടൻ്റ്ലി
ആൻറ്റി ഇമ്പീരിയലിസ്റ്റിക് ലൈൻസ് ഉള്ള ആൻറ്റി ആൻറ്റി അഹിസ്റ്റോറിക്കൽ ഫോഴ്സസിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കോയയെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ കോയയുടെ കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാത്രമോ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ചരിത്രം മാത്രമായിട്ട് നിൽക്കുന്നില്ല. ഒരു ലാർജർ ലോങ് ഡ്യൂറേ ഹിസ്റ്ററിയിലേക്ക്, ഇവിടെ പോർച്ചുഗീസുമായിട്ടുള്ള ഫൈറ്റ്സിലേക്ക്, ഇവിടെ സാമൂതിരികളുടെയും മരക്കാരുടെയും ചരിത്രത്തിലേക്ക് എല്ലാം ഇതിൻ്റെ ലീനിയേജസ്, കോമ്പോസിറ്റ് ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് ഇതിൻ്റെ ലീനിയേജസ് പടർത്തി തന്നെയാണ് കോയയുടെ കഥ പറയുന്നത്. ആ കോയയുടെ കഥ പറയുമ്പോഴും ഡീസെന്ററിങ് എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇപ്പം ഡെലിഗസ് ഒക്കെ പറയുന്ന പോലെ വാട്ട് ഇസ് ദ ഫൾക്രം ഓഫ് ദ സിറ്റി എന്ന് ചോദിക്കുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഫൾക്രം അപ്പോഴും ഈ സ്കാറ്റേർഡ് ആയിട്ട് ബ്രോക്കൻ ആയിട്ടുള്ള മനുഷ്യരെ തന്നെ വെച്ചുകൊണ്ട് നേരത്തെ നമ്മൾ സാധാരണ കഥകളിൽ കാണുന്ന ഫോക്കൽ പോയിന്റ് ആയിട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റീസിനെ, ഫോക്കൽ പോയിന്റ് ആയിട്ടിരിക്കുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഡീസെൻറ്റർ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇടം സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അരുന്ധതി റോയുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലാണ്. പക്ഷേ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതി കഴിഞ്ഞ് പിന്നെ ഒരു നോവൽ വരുമ്പോൾ എനിക്കൊന്നും ആൾക്കാർക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒബ്സെഷൻ വന്നത് കൊണ്ട് തന്നെ ഈ നോവലിനോട് അത്ര പ്രിയം തോന്നിയില്ല. അല്ലെങ്കിൽ പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഹർ പൊളിറ്റിക്കൽ മീനിങ്സ് ആയിരിക്കും. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നു നമ്മളെ എല്ലാവരും ഇൻസ്പയർ ചെയ്തു, പെർട്ടിക്കുലർലി ഒരു ആക്ടിവിസ്റ്റ് സ്ഫിയറിൽ നിൽക്കുന്ന, ഇപ്പം ഉള്ള കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് പ്രതികരിക്കുന്ന മനുഷ്യരെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നൊരു നോവലാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. അതിനകത്ത് കഥ പറയുന്ന അഞ്ജും എന്ന് പറഞ്ഞ ഹിജറ ആയിട്ടുള്ള അവര് തന്നെത്താനെ വിളിക്കുന്നത് ഹിജറ എന്ന് തന്നെയാണ്. അവർക്ക് ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു പദം, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു പദം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു അഞ്ജുമിനെ നമുക്ക് കാണാൻ പറ്റും. ഈ അഞ്ജും ഹിജറ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് ചേരുകയാണ്. അപ്പോൾ അവിടെ കുൽസുംബ എന്ന് പറഞ്ഞ ഒരു മുതിർന്ന ഹിജറ അഞ്ജുമിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഇതേ സമയത്ത് ടിലോ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ, ഇപ്പം അരുന്ധതി റോയുടെ പേഴ്സണൽ ഹിസ്റ്ററി നമുക്കറിയാമെങ്കിൽ അരുന്ധതി റോയെ പോലെ തന്നെയുള്ളൊരു ക്രിയേഷനാണ് ടിലോ എന്ന് പറഞ്ഞത്. ടിലോ ഈ ഒരു കുൽസുംബയുടെ വീട്ടിൽ പല സാഹചര്യങ്ങൾ കാരണം വന്നെത്തുകയാണ്. വീട് എന്നിവർ ഉദ്ദേശിക്കുന്നത് ഒരു മുഗൾ ഗ്രേവ്യാർഡാണ്. അപ്പോൾ ഈ ഗ്രേവ്യാർഡിൽ ഉള്ള ജീവിതങ്ങൾ എങ്ങനെയാണ് നമുക്ക് പണ്ടത്തെ ലോധി ഗാർഡനിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ വലിയ മൊസോളിയങ്ങൾ കാണാൻ പറ്റും. ടൂമ്പുകൾ തന്നെ ഈ സുൽത്താൻമാരുടെയൊക്കെ വലിയ വലിയ വീടുകൾ പോലെ തന്നെ ഇരിക്കുന്ന ശവകുടീരങ്ങൾ കാണാൻ പറ്റും. അതിങ്ങനെ ഒരു ശവകുടീരത്തിനെ ഒരു ഹോട്ടലാക്കി അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ പോലെയാക്കി മാറ്റിയാണ് കുൽസുംബ ജീവിക്കുന്നത്. അവിടെ പല പല മുറികളിൽ പല പല ചിതറിയ മനുഷ്യർ, പല പല വിഘടിക്കപ്പെട്ട മനുഷ്യർ വന്നു ചേരുകയും ആ ഗ്രേവ്യാർഡ് വളരെ അലൈവായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കഥയാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിൻ്റെ. ഇതിനിടയ്ക്ക് ഒരു ചെറിയ എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡ് ഇങ്ങനെയാണ്. അഞ്ജും ആദ്യമായിട്ട് കുൽസുംബാനെ കാണാൻ വരുമ്പോൾ കുൽസുംബ അഞ്ജുമിനോട് ചോദിക്കും, നിനക്ക് നമ്മുടെ ചരിത്രം അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അഞ്ജും അറിയില്ല എന്ന് പറയും. അപ്പോൾ പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഗോൽക്കൊണ്ടയിൽ പോയിട്ട് അവിടെയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണും. അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണുമ്പോൾ അവിടെയുള്ള ഉണ്ടായിരുന്ന സുൽത്താൻ്റെ ഇങ്ങനെ വലിയ ചരിത്രം പറയുകയാണ്. ആ ചരിത്രത്തിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഈ സുൽത്താൻ്റെ ദർബാറിലുള്ള നർത്തകിമാരുടെ ഒരു സീനുണ്ട്. അപ്പം ഇവരിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നർത്തകിമാരുടെ സൗണ്ടുകൾ മാത്രമാണ്, വിഷ്വൽസ് ഒന്നുമില്ല, സൗണ്ട് മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൗണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഹിജഡയുടെ ചിരി കേൾക്കാൻ പറ്റും, ഒരു ഷാർപ്പ് റോഞ്ചി ആയിട്ടുള്ള ഒരു ചിരി കേൾക്കാൻ പറ്റും. അപ്പോൾ കുൽസുംബ തിരിഞ്ഞ് അഞ്ജുമിനോട് പറയുന്നു, അതാണ് നമ്മുടെ ചരിത്രം. അതായത് ഒരു 2.5 മണിക്കൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ ഒരു ചിരി കേൾക്കാൻ വേണ്ടി, ആ ചിരി ആ ഹിജഡകളുടെ ചിരിയാണ് എന്ന് പറയാൻ വേണ്ടി ഇവർ ഹൈദരാബാദ് വരെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഇറ്റ് ഈസ് ദാറ്റ് ഡീപ്പ്. നമ്മളും ഒരു ചിരിയായിട്ടെങ്കിലും ഒരു സ്വരമായിട്ടെങ്കിലും ചരിത്രത്തിൽ അവശേഷിക്കണം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഉണ്ടാകണം എന്നുള്ള മനുഷ്യന്റെ ത്വരയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ പറയുന്നത്. ഇതുപോലെ നമുക്ക് കോയെ വായിക്കുമ്പോൾ നമുക്ക് പല 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 സ്ഥലത്തിൽ ഈ ഹിസ്റ്ററിയെ യൂസ് ചെയ്തുകൊണ്ട് സെൽഫിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, സ്നേഹം അത്ര ഇഷ്ടമാകില്ല, കാരണം 2 ഡിഫറെൻറ്റ് മുസ്ലിം സെക്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഇഷ്ടമാകില്ല.
പിന്നെ അത് കോയ ആക്സെപ്റ്റ് ചെയ്യാണ്. ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ഇവരുടെ വീട്ടിൽ കല്യാണം അന്വേഷിച്ച് പോവുകയാണ്. കല്യാണം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഈ ബോറ മുസ്ലിം ആയിട്ടുള്ള ചെറുക്കൻ്റെ അമ്മ ഈ ചെറുക്കനോട് ഗുജറാത്തിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്ത് അവർക്ക് ഇഷ്ടമില്ല, ഈ കല്യാണം ഇഷ്ടമില്ല, എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ കോൺവെർസേഷൻ ഗുജറാത്തിയിൽ നടക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് കോയ ഈ ചെറുക്കനോട് ഗുജറാത്തിയിൽ തന്നെ തിരിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ എത്രയും നേരം ഇതെല്ലാം മനസ്സിലായി എന്ന് ഈ ചെറുക്കന് മനസ്സിലാണ് കോയ പോയിന്റ് വേർ ദിസ് പേഴ്സൺ കോൾഡ് ബറാമി കോയയോട് പറയുന്നത് യു ആർ മിസ്റ്റർ ഇന്ത്യ എന്നുള്ളത്. ആൻഡ് അത് വളരെ അസേർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ മദർ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് ഹിജാബ് ഇട്ട ഒരു സ്ത്രീയെ മദർ ഇന്ത്യ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ കഴിയാതെ പോകുന്നില്ല. അവിടെയാണ് ഇസ്ലാമോഫോബിയയുടെ ഹാർട്ട് കിടക്കുന്നത്. Where we have mystified ourselves, where we have isolated ourselves so much that നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് നമ്മൾ പല കാര്യത്തിനെയും അദൃശ്യവൽക്കരിച്ച് കളഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ മാത്രമല്ല അദൃശ്യവൽക്കരിക്കുന്നത്, മനുഷ്യർക്ക് മാത്രമല്ല നമ്മൾ വരമ്പിട്ടിരിക്കുന്നത്, നമ്മുടെ വിചാരങ്ങൾക്ക് വരമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ക്രിയാത്മകതയ്ക്ക് നമ്മുടെ സർഗാത്മകതയ്ക്ക് നമ്മൾ വരമ്പ് പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ വരമ്പിനെ പൊളിച്ചു മാറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോയ നിങ്ങളാണ് മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മളെ ഗഫൂർ വിളിക്കുന്നത്. ടു എ പോയിന്റ് വേർ there is no idea about Islamophobia, where a Muslim from Kozhikode is understood as having retaining the essence of what India is, where India and Koya subsumes into each other, and that is the space that we need to achieve, we need to get to as a nation. നമ്മൾ എന്നെത്തുമെന്നോ നമുക്ക് എത്ര പേർക്ക് എത്താൻ കഴിയുമെന്നോ സാധ്യമില്ല. പക്ഷെ ഓരോ ദിവസവും അതിനു വേണ്ടി പോരാടാനുള്ള ഒരു ധാർമ്മിക റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇത് വീണ്ടും ഇത് വായിക്കുമ്പോൾ കോയ വായിക്കുമ്പോൾ ഐ റിയലി ഡു ഹോപ്പ് ഇത് പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് നീഡ്സ് ടു ബി റെഡ്. അപ്പോൾ ആ ഡ്യൂട്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു നോവൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കണമെന്നും നമുക്ക് തന്നിട്ട് പോയ നേരത്തെ പൊക്കർ മാഷ് സംസാരിച്ച് പറഞ്ഞതുപോലെ തന്നെ ഹി ഹാസ് ഡൺ ഹിസ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് തന്നിട്ട് പോയ ഏറ്റവും നമ്മളെ ഡീപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഡീപ്പായിട്ട് വൂണ്ട് ചെയ്യുന്ന ഒരു സാംസ്കാരിക ഓർമ്മയാണ്, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക വാണിങ്ങും കൂടെയാണ്. ആ വാണിംഗ് പലപ്പോഴും നെഗറ്റീവായിട്ടാണ്, പക്ഷെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള വാണിങ്ങും കൂടെ വെച്ചിട്ടാണ് ഗഫൂർ പോയിരിക്കുന്നത്. സോ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.